ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ചക്ക കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് ചെയ്യാൻ പോണത്. ചക്കയും ചിക്കനും വെച്ചിട്ടുള്ളൊരു റെസിപ്പി, ചക്ക കൊത്ത് എന്ന് പറയും. അപ്പോൾ അത് ഉണ്ടാക്കാൻ പോണതിന് മുൻപ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ആക്കി വയ്ക്കുക. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് കുറച്ച് ചിക്കൻ ഉപ്പും മഞ്ഞളും മുളക് പൊടിയും തേച്ചിട്ട് അരമണിക്കൂറൊന്ന് മാറ്റി വയ്ക്കണം. ഇനി ഇതിലേക്ക് പച്ചച്ചക്ക ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതും കുറച്ചെടുക്കുക. പിന്നെ കുറച്ച് ചക്കക്കുരും കൂടെ എടുക്കണം. പിന്നെ ഇതിലേക്ക് 2 സബോള, 2 തക്കാളി, കുറച്ച് വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതും കൂടെ ഇതുപോലൊക്കെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു ഉരുളി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി പരന്ന പാത്രമാകുമ്പോൾ നമുക്ക് ഇളക്കി യോജിപ്പിക്കാനൊക്കെ നല്ലത് ഇങ്ങനത്തെ പാത്രമാണ്. അപ്പോൾ ഇതിലേക്ക് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് 2 സബോള കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് തന്നെ ഈ സബോളയുടെ ഒപ്പം തന്നെ 2 തണ്ട് വേപ്പിലയും 4 പച്ചമുളകും ഓരോ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ സബോളയിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇത് യോജിപ്പിച്ചെടുക്കുക. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇത് നമ്മൾ സബോളൊക്കെ ചിക്കൻ കറിയുടെ പോലെ അത്രയ്ക്ക് അങ്ങോട്ട് മുരിഞ്ഞൊന്നും വരണ്ട, ഒരു പകുതി വഴഞ്ഞ് വന്നാൽ മതി. അപ്പോൾ ആ ഒരു പാകമായി വരുമ്പോൾ നമുക്ക് ഈ ഒരു പാകമായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ 2 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയും നന്നായി ഉടഞ്ഞൊന്നും വരുമൊന്നും വേണ്ട, ഒന്ന് വെന്ത് വന്നാൽ മതി, ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നൊരു പാകമായിട്ട് വന്നാൽ മതി. തക്കാളിയും ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി എരിവും ഫ്ലേവറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കുക. അതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ മസാലയുടെ ഭയങ്കര ഒരു കുത്തുമണം വരും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇടുക. ഇനി മസാലപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ കൂടെ തന്നെ കുറച്ച് മസാലപ്പൊടിയും എരിവിന് ആവശ്യമുള്ള കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇതുപോലെ വഴച്ചെടുക്കുക. ഞാനിപ്പോൾ ചിക്കൻ മസാല ഉള്ളതുകൊണ്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മസാല തേച്ച് വെച്ചുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ കൂടെ തന്നെ ചക്കക്കുരും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ചിക്കനും ചക്കക്കുരും കൂടെ നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായി ആദ്യം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഇതിലേക്ക് ഉപ്പ് നോക്കണം. നേരത്തെ സബോളയിലേക്ക് ഇട്ടിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് പോരായി വരും. അപ്പോൾ അത് നോക്കിയതിന് ശേഷം ഇതിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇപ്പോൾ ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതൊന്ന് വേവാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം വേണം. ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കുക നന്നായിട്ട്. വെള്ളം അധികം ആവേണ്ട, ചിക്കനിൽ നിന്നും കൂടെ വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അധികം ഇതിലേക്ക് ചാറ് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചിക്കനും ഈ ചക്കക്കുരും വേവാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് ചിക്കനും ഇതൊക്കെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു ചെറിയൊരു ഗ്രേവി ആവശ്യമുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചക്ക ഇട്ട് കൊടുക്കണം. അപ്പോൾ ചക്ക എടുക്കുമ്പോൾ മധുരമുള്ള ചക്ക എടുക്കരുത്, പച്ചച്ചക്ക തന്നെ എടുക്കുക. കുറച്ച് മൂത്തതായാലും കുഴപ്പമില്ല. മധുരമുള്ള എടുത്ത് നമ്മൾ ഇതിലേക്ക് ഒരു മധുരിപ്പ് വരും, അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് ഇനി ഉപ്പിൻ്റെ ആവശ്യമില്ല, നമ്മൾ 2 പ്രാവശ്യം ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കണില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഈ ചിക്കൻ്റെ ഈ ഗ്രേവിയിൽ തന്നെ കിടന്നിട്ട്
ഈ ചക്ക നന്നായി വേവിച്ചെടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടാൽ അങ്ങനെ വെന്ത് കിട്ടും. പിന്നെ ചക്കയിലും കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി വേറെ വെള്ളം ഒഴിക്കാണ്ട് ഇതുപോലെ മൂടി വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഈ ചക്കയും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ തുറന്ന് നോക്കുക. അപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാകത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ കറക്റ്റ് ഒരു പാകമായിട്ടുണ്ട്. ഇത്രയ്ക്ക് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചെറിയൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു പിടി നാളികേരം, അധികമൊന്നും വേണ്ട, ഒരു പിടി നാളികേരം, അതിലേക്ക് ചെറിയുള്ളി വേണം, ഒരു 4-5 ചെറിയുള്ളിയും പിന്നെ 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകവും വലിയ ജീരകവും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് ഒതുക്കിയെടുക്കുക മിക്സിയിൽ. നമ്മൾ ചമ്മന്തിക്കൊക്കെ ചെയ്യണ പോലെ ഒന്ന് ഒതുക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അരഞ്ഞു പോകരുത്. ഇതുപോലെ ചമ്മന്തിയുടെ ഒരു പാകത്തിന് ഇട്ടിട്ട് ഇതുപോലെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇപ്പം ചക്കയൊന്നും ഉടയാണ്ട് ഇതുപോലെ യോജിപ്പിക്കുക. ഇനി ഈ നാളികേരത്തിനും പെരുംജീരകത്തിനും ഉള്ളിക്കൊക്കെ ഒരു മണം ഉണ്ടാവുമല്ലോ, ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്ന് പോവാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് ഇതൊന്ന് ചൂടാക്കി അടച്ചു വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം എപ്പോഴും കുറച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇപ്പോൾ ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതൊന്നും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പകുതി നാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കണം, ചെറിയൊരു പുളിക്ക് വേണ്ടി. അപ്പോൾ അത് പിഴിഞ്ഞെടുക്കുക. നാരങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ സുർക്കയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി പുളി വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഒരു 2-3 തണ്ട് വേപ്പിലയും ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാതും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇനി നമുക്ക് ചൂടാക്കിയൊന്നും എടുക്കണ്ട. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ചൂടുള്ള അടുപ്പത്ത് തന്നെ ഒന്ന് ഇതെല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി. അപ്പോൾ ഇതിന് വേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെ ഒക്കെ മണം ഈ മസാലയിലേക്കൊക്കെ നന്നായി പിടിച്ചിട്ട് ഇപ്പോൾ നല്ല പാകമായിട്ട് വരും. ഇപ്പോൾ നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കൊത്തു പൊറോട്ട, കൊത്തു ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ അതിന് പകരം നമ്മൾ ഇപ്പോൾ ചക്കയുടെ സീസണാണ്. അപ്പോൾ ചക്ക കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു.